ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വെള്ള സാരിയും കള്ള ദൃഷ്ടിയും. എന്ത് കഷ്ടം! നോക്കിയാൽ ധരിച്ചിരിക്കുന്ന സാരി വെള്ള, പക്ഷേ കള്ളദൃഷ്ടി, ജീവിതം കള്ളത്തരത്തിൽ മുക്കിയത്. അതെന്തൊരു കഷ്ടം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കരിസ്വാനി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന ഒരു സഹോദരി മേലാതെയായി, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെയായി. അവർ ഹോം ബൗണ്ടായി, വീട്ടിൽ തന്നെയാണ് കഴിയുക. എനിക്ക് അവർ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. ആളെ അത്രയ്ക്ക് പെട്ടെന്ന് അങ്ങ് പിടികിട്ടിയില്ല. പിടികിട്ടാൻ വേണ്ടി അവർ പറഞ്ഞൊരു കാര്യം, അച്ചാച്ചൻ ഓർക്കുന്നില്ല, ഞാൻ സ്ഥിരമായിട്ട് അവിടെ ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഒരു വെള്ളസാരി ഉടുത്ത വ്യക്തി അച്ഛനെ കാണാൻ വരുമായിരുന്നല്ലോ. അത് പറഞ്ഞതേ പെട്ടെന്ന് എനിക്ക് ആളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കാരണം അവർ സ്ഥിരമായിട്ട് വരികയും ഈ വെള്ളസാരി ഉടുത്ത് തന്നെ വരികയും അതുപോലെ തന്നെ അവർ വന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് അടയാളം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ആളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ്. സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്ക് പല വ്യക്തികളെയും നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. വസ്ത്രം വെള്ള, പക്ഷേ ജീവിതം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു കള്ളദൃഷ്ടിയോടുകൂടി ജീവിക്കുന്നവർക്കും വെള്ളസാരി കൊടുത്ത് നടക്കാൻ പറ്റും. അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് വില പകരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കാം. വെള്ളസാരിയും വെള്ള ഹൃദയവും എത്ര മനോഹരമായിരിക്കും. ഇനി വെളുത്ത വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, വെണ്മയുണ്ട്. ബൈബിളിലും നമ്മൾ പല സംഭവങ്ങൾ കാണുന്നുണ്ട്, വെള്ള വസ്ത്രധാരികൾ. പക്ഷെ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയവും അതുപോലെ നിർമ്മലമായിരിക്കണം. ഹൃദയം നിർമ്മലമല്ലാതെ, ഹൃദയത്തെ നമ്മൾ വെടിപ്പാക്കാതെ എത്ര വെള്ള വസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞാലും, വെടിപ്പുള്ള വസ്ത്രം അണിഞ്ഞ് നമ്മൾ നടന്നെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കണ്ണുകളിൽ നമ്മൾ സൗന്ദര്യമുള്ളവരാകുന്നില്ല. എന്നാൽ ഈ വെള്ള വസ്ത്രത്തോടൊപ്പം നല്ല ശുദ്ധമായൊരു ഹൃദയം, സത്യഹൃദയം, വെണ്മയുള്ള ഹൃദയം, ഇതൊക്കെ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ വില നമുക്ക് പകരും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു മനുഷ്യൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് തൻ്റെ ഭാര്യയെക്കുറിച്ച്. ഇതിനെയൊക്കെ ഒത്തിരി പേര് പറഞ്ഞൊന്നും വരില്ല. ആ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ ഭാര്യ വെളുത്ത സാരിയൊന്നുമല്ല ഉടുക്കുന്നത്, പക്ഷെ എൻ്റെ ഭാര്യയുടെ മനസ്സ് മാടപ്രാവിൻ്റെ മനസ്സ് പോലെയാണ്. അത്ര വെളുത്തതാണ്. സാരി വെളുത്തതല്ലെങ്കിലും മനസ്സ് വെളുത്തതാണ്, ശുദ്ധമാണ്. അതാണ് ഭർത്താവ് സ്വന്തം ഭാര്യയെക്കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. വെളിപാട് 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ദർശനം. അവിടെ നമ്മൾ കാണുന്നത് വെള്ള വസ്ത്രധാരികളായിട്ടുള്ള വ്യക്തികൾ സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ കണ്ട കാര്യങ്ങളാണ്. അതിൽ 3-ാമത്തെ വചനം, സിംഹാസനസ്ഥൻ എങ്ങനെയായിരുന്നു? സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു. അതെല്ലാം വെണ്മയെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും. 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ് 24 പേര്. എന്തായിരുന്നു അവരുടെ വസ്ത്രം? വെള്ള വസ്ത്രം. വെള്ള വസ്ത്രധാരികളായിട്ടുള്ള 24 പേരെക്കുറിച്ച് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. വെളിപാട് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം. യോഹന്നാൻ 20:12 എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉത്ഥാനാന്തരം യേശു ഉത്ഥാനം ചെയ്ത ആ സാഹചര്യം അവിടെ നമ്മൾ കാണുകയാണ്. വെള്ളവസ്ത്രം ധരിച്ച 2 പേര് അവിടെ നിൽക്കുന്നതായിട്ട് മറിയം കാണുന്നത്. വെള്ളവസ്ത്രധാരികളായിട്ടുള്ള 2 പേര്. വെളിപാട് 3:5 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വിജയം വരിച്ചവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്ന ഒരു രംഗം. നമ്മൾ വെളിപാട് 2:10 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരെ വിശ്വസ്തരായി ജീവിക്കുന്നവർ, പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശ്വസ്തരായി ജീവിക്കുന്നവർ, അവരെ ദൈവം അണിയിക്കാൻ പോകുന്നത് ജീവന്റെ കിരീടം. അതുപോലെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വെളുത്ത വസ്ത്രത്തെക്കാൾ വിലയുള്ളതാണ് വെളുത്ത ശരീരം. ശരീരം, ഫെയർ ബോഡി. നമുക്കറിയാമല്ലോ, എത്ര ഇരുണ്ട ശരീരമാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് വെള്ളവസ്ത്രം ധരിക്കാം. അതിൻ്റെ പേരിൽ അവർ ഫെയറാണ് എന്നൊരിക്കലും പറയാറില്ലല്ലോ. അതുകൊണ്ടാണ് വസ്ത്രത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ശരീരം, ശരീരത്തിൻ്റെ വെണ്മ. 1 കൊരിന്തോസ് 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ആലയമാണ്. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ആ ശരീരം വെണ്മയുള്ളതായിരിക്കാൻ, പ്രകാശത്തിലായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മത്തായി 6-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരീരം വസ്ത്രത്തെക്കാൾ വിലയുള്ളതാണ്. ശരീരത്തിന് വസ്ത്രത്തെക്കാൾ വിലയുണ്ട്. ഇനി ഈ ശരീരത്തിന് തന്നെ നമുക്കൊരു ഫെയർ ചർമ്മകാന്തി, അതിനേക്കാൾ വിലപ്പെട്ട ഒരു കാര്യമാണ് ഗ്രേസ്, കൃപ.
എനിക്കറിയാവുന്ന ചില വ്യക്തികൾ അവർ കല്യാണം ഉറപ്പിച്ചത് വേണമെങ്കിൽ ആ കെട്ടാൻ പോകുന്ന പെണ്ണ് അവരെ പോലെ വെളുത്ത് അല്ലെങ്കിൽ ഫെയർ ആയിട്ടിരുന്നത് കൊണ്ടൊന്നുമല്ല, അവരെ നോക്കിയിട്ട് ഒരു ഗ്രേസ്ഫുൾ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ചൈതന്യം അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ വ്യക്തികളെ ഞാനും കേട്ടിട്ടുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ശരീരത്തെക്കാൾ ആത്മാവ് വിലപ്പെട്ടതാണ്. നമ്മൾ കണ്ടോ, വസ്ത്രത്തെക്കാൾ ശരീരത്തിന് വിലയുണ്ട്, ഇനി ആത്മാവിന് ശരീരത്തെക്കാൾ വിലയുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അത് നമ്മൾ കൽപ്പിക്കേണ്ടതുപോലെ കൽപ്പിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണം. മത്തായി 5:29-30 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ കൈ പാപഹേതുവാകുന്നെങ്കിൽ വെട്ടിക്കളഞ്ഞു, നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ ചുഴന്നെടുത്ത് വലിച്ചെറിഞ്ഞു, നഷ്ടമല്ല. നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, നിന്റെ ആത്മാവിനൊരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ ഒരു കയ്യേ ഉള്ളതിൽ അത് മതി, ഒരു കണ്ണേ ഉള്ളതിലും അത് മതി. അതുമായിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് നേട്ടം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 34-ാം അധ്യായം 29-ാമത്തെ വചനം എടുക്കുമ്പോൾ, മേഘങ്ങൾക്കുള്ളിൽ വസിച്ച മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം തേജോമയമായിരുന്നു എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയത് ഒരു ദൈവികമായിട്ടുള്ള ചൈതന്യം, ആത്മീയമായിട്ടുള്ള ഒരു നേട്ടം. അതിലൂടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ അവൻ്റെ ജീവിതത്തിൽ സംജാതമായത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പലവട്ടം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, ആനന്ദമുള്ള കണ്ണുകൾക്ക് വേണ്ടി. ആനന്ദമുള്ള കണ്ണുകൾ, ആനന്ദമുള്ള ഹൃദയം, ജോയ്ഫുൾ ഹാർട്ട്, ജോയ്ഫുൾ ഐസ്. അതിനുവേണ്ടി ദിവസവും പ്രാർത്ഥിക്കുക എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചത്. ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യം, നമുക്ക് എത്രമാത്രം ആത്മീയമായിട്ട് വളരാൻ പറ്റും. ശരീരത്തിൻ്റെ കാര്യത്തെക്കാൾ, വസ്ത്രത്തിൻ്റെ കാര്യത്തെക്കാൾ ഈ ആത്മീയ ചൈതന്യം അത് ലക്ഷ്യം വെച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കാപഠ്യം കർത്താവ് വെറുക്കുന്നതാണ്. വേണേൽ നമുക്ക് വസ്ത്രധാരണമൊക്കെ നല്ല നീറ്റായിട്ട് നടത്താം. ഉള്ള് എങ്ങനെയാണ്, ഉള്ളറിയുന്ന കർത്താവ് നമുക്ക് വില കൽപ്പിക്കുമോ അത് നമ്മൾ തിരിച്ചറിയണം. 1 സാമുവേൽ 16:7 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ബാഹ്യഭാവം നോക്കും, കർത്താവ് ഹൃദയഭാവം. കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ശോഭയുള്ളവരാണോ, അതാണ് പ്രധാനപ്പെട്ടത്. വടിവത്ത ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ്, വടിവത്ത വസ്ത്രത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ശരിയായ ഒരു ഹൃദയം, ശുദ്ധമായൊരു മനസ്സും മനസാക്ഷിയും. ആ ഒരു കാര്യം ബോധ്യപ്പെട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. വചനം ധ്യാനിച്ച നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.